ഹലോ. നമ്മളിപ്പം പതിനൊന്നത്താന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അല്ല, നമ്മുടെ വീട്ടിൽ അവിടുന്ന് ഒരു 4 കിലോമീറ്റർ ആയിട്ടുള്ളൂ. തോന്നൊരു 10-15 കിലോമീറ്റർ എന്തോ ഉള്ളെന്ന് തോന്നുന്നു. ഈ വഴി നോക്കിക്കട്ടെ, ഞങ്ങളുടെ സ്ഥലമായിട്ട് പറയുന്നില്ല. ഈ ഒരു ഭംഗി വേറെ എടുത്തും കിട്ടത്തില്ല ഇവിടെ. ഇനിയിപ്പോഴാണെങ്കിൽ തന്നെ എന്താ പറയാ, ഈ തണുത്ത കാറ്റും ഈ വലിയ മരങ്ങളും വേറെ രസമാണ്. ഏലക്കാടുകളാട്ടോ ഇവിടെ മൊത്തം ഉള്ളത്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇവിടെ വന്നിരിക്കും തോന്നുന്നു, ഇത് ഞാൻ ചെരുപ്പിട്ടുകൊണ്ടാണ് ഓടിക്കുന്നത്. പക്ഷെ ഇതേ സമയത്ത് എറണാകുളത്ത് ചെരുപ്പിട്ടുകൊണ്ട് ഹിമാലയം ഓടിക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല. പണ്ട് കാലത്ത് മറ്റേ ഇവിടെ പണിയാൻ വേണ്ടിയിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നിട്ട് അവരിവിടെ താമസിച്ച് സെറ്റിലായി. അവരുടെ കുറെ ജനറേഷൻസ് ഇപ്പോൾ ഇവിടെ ആയതുകൊണ്ട് ബേസിക്കലി തമിഴ്ക്കാരാണ്. പക്ഷെ എന്നാൽ കേരളീയമാണ് അല്ലേ. നമ്മളിപ്പോൾ നെടുങ്കണ്ടം വന്ന സ്ഥലം കഴിഞ്ഞിട്ട് പാർക്കോട് കഴിഞ്ഞു. ഈ റൂട്ട് തന്നെയാണ് ഇവിടുന്ന്. ഇനിയിപ്പോൾ ഈ റൂട്ട് തന്നെയാണ് ശരിക്കും നമ്മൾ മൂന്നാർ പോകുന്നത്. ഇവിടുന്ന് വരുന്നത് എന്റെ അഭിപ്രായത്തിൽ മൂന്നാർ ആ ടൗണിൽ കൂടെ പോകുന്നതിലും ഈ റൂട്ട് ഭയങ്കര സീന് കൂട്ടാണ്. കാടും തണുപ്പും ഇതിനൊക്കെ യൂസ് കിട്ടും. ഇനി ഞാൻ ഏറ്റവും എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. ഇപ്പം മൂന്നാറിനെ പറ്റി ആൾക്കാർ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പറയുന്നൊരു കാര്യമാണ്, എന്താ പറയാ, നമ്മുടെ ഈ വഴികളും ആ പോകുന്ന റൂട്ടും ശരിക്കും പ്രോപ്പർ മൂന്നാർ എന്ന ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ചെല്ലുന്നതല്ല, ആ പോകുന്ന റൂട്ടാണ് ഏറ്റവും ഭംഗി. നമ്മളങ്ങനെ ഉടുമ്പൻചോല എത്തിയിരിക്കുകയാണ്. ഇവിടെ കണ്ടോ, റോഡ് കണ്ടോ, നേരെ മൂന്നാർ 49 കിലോമീറ്റർ, ചെമ്മണ്ണാർ, പിന്നെ താഴ്ന്നോട് കല്ലുപാലം. അപ്പോൾ ഇവിടെ ഒരു ഇന്റർസെക്ഷനാണ്. ലെഫ്റ്റ് പോയിക്കഴിഞ്ഞാൽ ചെമ്മണ്ണാർ പോവാം, റൈറ്റ് പോയിക്കഴിഞ്ഞാൽ കല്ലുപാലം പോവാം, നേരെ പോയിക്കഴിഞ്ഞാൽ മൂന്നാർ പോവാം. ചില ആൾക്കാർ ഇങ്ങനെ നോക്കാതൊക്കെ ക്രോസ് ചെയ്യും. അതൊക്കെ നമ്മൾ വേണം നോക്കിക്കോളും. നമ്മളങ്ങനെ 17 കിലോമീറ്റർ ആഫ്റ്റർ ടൗൺ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതെ ഇങ്ങനൊരു ജനകീയ എന്തോ സംഭവം ഉണ്ടാവുക. അവിടുന്ന് ചെറിയൊരു ടൗണിലോട്ട് നമ്മൾ എത്തും. റൈറ്റ് സൈഡിൽ കട്ടപ്പന ഇങ്ങനൊരു പൈസയൊക്കെ ഉണ്ട്. ഈ റൈറ്റാണ് നമുക്ക് എടുക്കേണ്ടത്. ഇവിടുന്ന് ലെഫ്റ്റ് വഴിയാണ് KYC ഫാം. അങ്ങോട്ടല്ല, നമ്മൾ ഇങ്ങോട്ടാണ് പോകേണ്ടത്. പണ്ട് ഇവിടെ ഒന്നും ഇടാം കേട്ടോ, ഈ ഏലക്കാട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ നല്ല ഹൗസ് സ്റ്റേസ് ഒക്കെ അവൈലബിൾ ആണ്. സോ ആർക്കെങ്കിലൊക്കെ താമസിച്ചിട്ട് ഈ സ്ഥലമൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഹോട്ടൽ വരെ നമുക്ക് ഗോളുണ്ട്. അതിന്റെ ലെഫ്റ്റിൽ കൂടെയുള്ള ഈ താഴത്തുള്ള വഴിയാണ് നമുക്ക് ഇനി പോകേണ്ടത്. ഇവിടുന്ന് ഇപ്പം കാറുകളിൽ നമുക്ക് എന്തായാലും പോകാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇവിടെ വണ്ടി പാസ് ചെയ്ത് ജീപ്പ് സഫാരി എടുത്തിട്ട് പോവാം. 2 സൈഡും കാറ്റടിയൊക്കെ ഉണ്ട്. അപ്പുറത്ത് പണി കിടക്കുന്ന കുറെ കാറ്റടികളുണ്ട്. ഇവിടെ തൊട്ട് ഏകദേശം ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ വലിയ ഓഫ് റോഡിന് പറയാനൊന്നുമില്ല, ഡീസൽ വെച്ചാൽ. പക്ഷെ കാറുകൊണ്ട് എന്തായാലും പാടായിരിക്കും. എടാ ഇതുണ്ടോ വേഗം താഴോട്ട് നോക്കിക്ക്. ക്യാമറയിൽ എപ്പോഴും കാണാൻ അറിയത്തില്ല, പക്ഷെ താഴെ തമിഴ്നാട്ടിലെ ഫുൾ കാറ്റടിപ്പാനാണ്. സോ നമുക്ക് റൈറ്റൊക്കെ വേണ്ട. പക്ഷെ ഇത് നമ്മുടെ ഒരു ബ്രേക്ക് സ്പോട്ടാണ്. ഫസ്റ്റ് നമുക്ക് നിർത്തി ജസ്റ്റ് മഞ്ഞാണ് നിൽക്കുന്നുണ്ട്. അത് കണ്ടോ, ഇറങ്ങിയുണ്ടോ? എനിക്ക് അങ്ങോട്ട് പോകാൻ പേടിയാ.
പേടിക്കൊന്നും വേണ്ട. നമ്മള് സൂക്ഷിക്കണം. വലിയൊരു എഡ്ജ് ഉണ്ട്, നിൽക്കുമ്പോഴാണെങ്കിലും നിങ്ങൾ ഇവിടെ ചവിട്ടി ഉറപ്പിച്ചിട്ട് വേണം നിൽക്കാൻ. കാരണം പെട്ടെന്നായിരിക്കും കാറ്റടിക്കുന്നത്. പുല്ലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എന്തായാലും കാറ്റുണ്ടെന്നുള്ളത്. പിന്നെ ഈ ഒരു 180 ഡിഗ്രി വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും. 360 ഡിഗ്രി വ്യൂ നമുക്ക് മേളിൽ നിന്ന് കിട്ടും. ഈ കാറ്റാടികൾ കണ്ടോ? ഈ കാറ്റാടികളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും ടോപ്പിന്റെ വീട്ടാണ്. ഈ താഴെ കാണുന്ന തമിഴ്നാടിന്റെ ഒരു ഭാഗം കേട്ടോ. എനിക്ക് ആ മേഘം ശരിക്കും നമ്മൾ വൈകിട്ടാണ് വന്നതെങ്കിലും അങ്ങനൊരു കാര്യം കാണാൻ പറ്റും. താഴെ കാറ്റടി പടം എണ്ണാനൊന്നും പറ്റത്തില്ല. അതുപോലെ മൊത്തം കാറ്റടി പാടമാണ്. എനിക്ക് ഒന്ന് 1000 എണ്ണെങ്കിലും കാണും. നമ്മൾ ഇവിടുന്ന് അടുത്ത സ്പോട്ടിലോട്ട് പോവാണ്. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. ഇവിടെ ചെക്ക് പോസ്റ്റ് ഒക്കെ പഠിച്ചു പോകാം. ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു തമിഴ്നാട് കൊണ്ട് സ്ഥാപിച്ചതാണ്. ഞാൻ ഇവിടുന്ന് ഒരു വ്യൂ കാണിച്ചു തരാം. നമുക്കിങ്ങനെ വണ്ടി ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൊണ്ട് വെക്കാം. സോ ദിസ് ഈസ് സൂപ്പർ വ്യൂ ഓഫ് തമിഴ്നാട്. അതെ, നിങ്ങൾ തന്നെ പറ. നിങ്ങൾ കമന്റ്സ് കൂടെ നമ്മളടുത്ത് പറ. ഓൺ എ സ്കെയിൽ ഓഫ് 1 to 10 how would you rate this? സോ ഗൈസ്, നമ്മൾ ഈ മല നിൽക്കുമ്പോഴത്തേക്കും അവിടെ കണ്ടോ ഫുള്ള് മഞ്ഞ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെറിയൊരു വഴിയുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇവിടെ ചതുരംഗപ്പാറ വന്നു കഴിഞ്ഞാൽ വേറൊരു എക്സ്പ്ലോറിങ് സ്പോട്ടാണത്. ഓക്കെ, പോവാം.